കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് ചിക്കൻ കറിയാണ്. ബിക്കോസ് ഞാൻ എനിക്ക് വേണ്ടി വെക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കാൻ അത്രയ്ക്ക് ഈസിയാണ്. കുറെ ആൾക്കാരൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഈസി ചിക്കൻ കറി വെക്കുന്ന ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് ആരും ഉണ്ടാക്കി വെക്കണമെന്നൊന്നും ഞാൻ പറയൂല, പക്ഷെ വൺസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ചിക്കൻ കറി വെക്കുമ്പോ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പൊ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആകെ എടുക്കുന്ന 2 സാധനങ്ങളാണ് കുറച്ച് ഉള്ളിയും പിന്നെ ഒരു തക്കാളി. ജിഞ്ചറും ഗാർലിക്കും ഒക്കെ വേണം, പക്ഷെ ഞാൻ അതിന്റെ ഒക്കെ പേസ്റ്റ് യൂസ് ആക്കുന്നതിനെ കൊണ്ട് എനിക്ക് ആ പണിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ കറി ഇത്രയും ഈസിയാന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തു വെച്ച ഒരു 4-5 ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും നല്ലോണം അരിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ മെയിൻ ക്യാരക്ടർ ഓഫ് ദ ഷോ ചിക്കൻ. ഞാൻ ഇവിടെ എപ്പോഴും ചിക്കൻ തൈസ് ആണ് കേട്ടോ വാങ്ങല് കറി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചിക്കന്റെ തോലൊക്കെ നല്ലോണം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ വെറുതെ മാറ്റി വെക്കണ്ട കേട്ടോ. മാറ്റി വെക്കാൻ നേരം അതിന്റെ അകത്ത് കുറച്ച് മസാലപ്പൊടികൾ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറിയിലേക്ക് ആ ചിക്കൻ ഇടുമ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ മാരിനേറ്റ് ചെയ്തത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിന്റെ അകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചിലപ്പോ കടുക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇന്ന് കടുക് ഇട്ടില്ല, ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ആണ് അതിന്റെ അകത്തേക്ക്. എന്നിട്ട് അതൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴച്ച ഉള്ളി വഴലാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോ അതൊക്കെ സൈഡിലേക്ക് മാറ്റി മറ്റേ സൈഡിലേക്ക് ഉള്ള സ്പൈസസ് ആയിട്ടുള്ള മുളകുപൊടി, മഞ്ഞപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ലേശം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലുംപാട് നമ്മൾ ഉള്ളിയായിട്ട് മിക്സ് ചെയ്യുക. അതിന്റെ ഇടയിലാണ് ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നത് ആലോചിച്ചത്. ഇത് ശരിക്കും ഉള്ളി വഴണ്ട് വരുന്ന സമയത്തേനും ആഡ് ചെയ്യണ്ടേ, പക്ഷെ ഞാനത് മറന്നുപോയി. പോട്ടെ. എന്നിട്ട് അതിന്റെ അകത്തേക്ക് ഇമ്പളെ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പാടെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ചു നേരം നല്ലോണം അടച്ചു വെച്ച് വേവിക്കുക. ഓരോ 5 മിനിറ്റിലും ഇതൊന്ന് തുറന്നു നോക്കുന്നത് നല്ലതാട്ടോ. എന്നിട്ട് ചിക്കൻ വേവാനുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ, അത്രയും നേരം അത് അവിടെ കിടന്ന് കുക്ക് ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ കറി വേണ്ടത് ആ ഫോം എത്തുമ്പോ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇത് കേൾക്കുമ്പോ കുറച്ച് പണിയുള്ള പോലെ തോന്നുമെങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോ ഭയങ്കര ഈസി ആട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.